അങ്ങനെ 10 മക്കളുടെ ഒരു അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മച്ചിയാണെങ്കിൽ അത് ജീവിതത്തിൽ ഞാൻ അതൊക്കെ കഥയാണെന്നാണ് വിചാരിച്ച്. പക്ഷെ അമ്മച്ചി വയ്യാതായി അന്നേരം ഞാൻ തന്നെ കഴുകി കുളിപ്പിക്കുന്നത്. അമ്മച്ചി അപ്പോൾ എന്നോട് പറയാറുണ്ട്, മോളെ 10 മക്കളുണ്ട്, എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് എനിക്കൊരു മുത്തമൊക്കെ തന്നിട്ട് പറയും, മോളെ ദൈവം അനുഗ്രഹിക്കുമെന്ന്. അപ്പം അമ്മച്ചി അതുകൊണ്ട് പറയും, അമ്മച്ചിയെല്ലാം ഇവിടെ വയ്യാതായി. അതിന് അവിടെ അറിയിക്കുന്ന നമ്പറിൽ അറിയിച്ചപ്പോൾ ആരും വന്നില്ല. അമ്മച്ചി മരിച്ചപ്പം പറഞ്ഞ് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യ്. അപ്പോൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് പറഞ്ഞ് നിങ്ങൾ അടക്കിക്കോളാൻ, ഇവിടെ സെല്ലുണ്ട്. അപ്പം ഞങ്ങൾ ഏതെങ്കിലും അച്ഛനെയോ അങ്ങനെ തിരുമേനി ആരെയും വിടും. ഞങ്ങളെല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി അങ്ങനെ അവിടെ 10 മക്കളുള്ള ഒരു അമ്മച്ചിയുടെ അവസ്ഥയാണ് പറഞ്ഞത്. 10 മക്കളുള്ള അമ്മച്ചി അനാഥയായി, ആ അമ്മച്ചീനെ നോക്കാൻ ആരുമില്ലാതെ മരണത്തിന് ശേഷം ആ 1 മണിക്കൂർ ആ ബോഡി വെച്ചോണ്ടിരുന്നു. എന്നിട്ട് ഈ 10 മക്കൾ ഒരു മക്കൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഇത് കഥയല്ല ജീവിതമാണെന്ന് മനസ്സിലായി. ഞാൻ അതാണ് നമ്മളിത് കേൾക്കുന്ന കഥയാണെന്ന് തോന്നും, പക്ഷെ കഥയല്ല, ഇതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ അന്ന് മുതൽ ഞാൻ പിന്നെ അതിനെയൊക്കെ ഉൾക്കൊള്ളാൻ തുടങ്ങി. അതുവരെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഒരമ്മച്ചി മരിച്ച മരണസമയത്തെങ്കിലും വരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. പിന്നെ അങ്ങോട്ട് എല്ലാവരും പറയും, ഒറ്റ വാക്കി പറയും, സിസ്റ്ററെ നിങ്ങൾ അടക്കിക്കോളാൻ. അങ്ങനെ ഒരുപാട് മരണങ്ങൾ, അങ്ങനെ ഒരു 10-50 പേരൊന്നും അല്ല നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് കുടിച്ച്. പിന്നെ നമ്മൾ അവരെ നന്നായിട്ട് പരിരക്ഷിക്കുക, അത്രയേ ഉള്ളൂ. നമുക്കിത് പുറലോകം അറിയാനോ ആരും അറിയപ്പെടുന്നതോ അവാർഡ് വിളിച്ചാലോ ഒന്നും ഞാൻ പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അവരെ നമ്മൾ, ഞാൻ പറയും, നിങ്ങൾ അങ്ങനെ അവാർഡ് തരും, നിങ്ങൾ അത് ഇവർക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറയും. എനിക്ക് അതിന് പോകാനുള്ള സമയമില്ല. 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ പശുവിനെ കറക്കണം, ഫുഡ് ഉണ്ടാക്കണം, പിന്നെ ഇവരെയൊക്കെ കഴുകി കുളിപ്പിക്കണം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ വെച്ചൂച്ചിറ എന്നൊരു സ്ഥലത്താണ്. വെച്ചൂച്ചിറയിൽ ഇവിടെ വരാനായിട്ടുള്ളൊരു പ്രത്യേക കാരണം, ഇവിടെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട്. മേഴ്സി ഹോം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ഒരു സിസ്റ്ററിനെ പരിചയപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സിസ്റ്ററിൻ്റെ പേര് തബീത എന്നാണ്. വളരെ വ്യത്യസ്തമായൊരു പേരാണ്, നമ്മുടെ ബൈബിളിലുള്ള പേരാണ് തബീത. അപ്പോൾ ഇന്ന് ഈ സിസ്റ്ററെ കാണുവാനും ഈ തൻ്റെ ഈ പ്രവർത്തന മേഖലകളെക്കുറിച്ച്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ അവസരമാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള വീഡിയോകൾ ചെയ്യുന്നത് കൊണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ, കാണുന്ന ആളുകൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ഓൾഡ് ഏജ് ഹോമുകൾ, അനാഥാലയങ്ങൾ ഒക്കെ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും നിങ്ങൾ കഴിയുന്നിടത്തോളം ആളുകളൊക്കെ ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് ആണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. സിസ്റ്ററെ, ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുകയാണ്. സിസ്റ്ററിനെ പരിചയപ്പെട്ടത് എൻ്റെ ജീവിതത്തിലൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. കാരണം വാർദ്ധക്യത്തിലായിട്ടുള്ള ആളുകളെ നോക്കുക എന്ന് പറഞ്ഞത് അതൊരു ഉത്തരവാദിത്വം, അതൊരു തൻ്റെ ദൗത്യമായി ഏറ്റെടുത്ത് ഇത്തരത്തിലൊരു പ്രവർത്തനം ചെയ്യുന്ന സിസ്റ്ററിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സിസ്റ്റർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സിസ്റ്റർ തബീത, കൊട്ടാരക്കര എന്ന സ്ഥലത്താണ്. ഞാൻ കടമ്പനാട് നസ്രത്ത് കോൺവെൻറ്റിലെ സിസ്റ്ററായിരുന്നു. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പേരെന്താ? ഇത് മാർ ബെസേലിയോസ് ഗ്രിഗോറിയോസ് മേഴ്സി ഹോം. ഇത് ഓർത്തഡോക്സ് സഭയുടെ ഈ മേഴ്സി ഹോം എന്ന് പറയുന്നത് ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ളതാണ്. ഓർത്തഡോക്സ് സഭയിലെ തുമ്പോൺ ഭദ്രാസനൻ മാർ ക്ലീമിസ് മെത്രാപ്പോലിത്ത അച്ഛനായിരുന്ന സമയത്ത് വാങ്ങിയതാണിത്. റിട്ടയർഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ താമസിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ വടശ്ശേരത്ത് ജോസഫ് അച്ഛനും തിരുമേനിയും കൂടി ഇത് ഒരു ഓൾഡ് ഏജ് ഹോമായിട്ട്. ഇത് വലിയ ഒരു ഉയർന്ന പ്രദേശമാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ പമ്പാ നദിയാണ്. അപ്പം നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പ്രദേശമാണിത്. കാരണം ഒരുപാട് മലകളും കുന്നുകളും പുഴകളും അരുവികളും ഒരു സൈഡിൽ കൂടെ പമ്പാ നദി ഒഴുകുന്നു. അപ്പോൾ പ്രകൃതി ഭംഗിയാൽ ഉള്ള ഒരു സ്ഥലം കൂടെയാണ് ഇവിടെ, അല്ലേ? കുര്യാക്കോസ് മാർ ക്ലീമിസ് മെത്രാപ്പോലിത്ത തുമ്പോൺ ഭദ്രാസനൻ, അദ്ദേഹത്തിൻ്റെ ഒരു ദർശനമാണ്. അപ്പോൾ സിസ്റ്റർ എന്താണ് ഇങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണ് ജീവിതത്തിൽ? എനിക്ക് ചെറുപ്പം മുതലേ ഇങ്ങനെയുള്ള അവരോടൊക്കെ ഒരു ഇഷ്ടമായിരുന്നു. പക്ഷെ എൻ്റെ സമയത്തൊന്നും ഓൾഡ് ഏജ് ഹോമൊന്നും ഞാൻ അനാഥ മന്ദിരങ്ങളൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് കോൺവെൻറ്റ് സിസ്റ്റർ ആകാനായിട്ട് പോയി.
25 വർഷത്തോളം അവിടെയായിരുന്നു. ഞാൻ പ്രൊഫഷണൽ സിസ്റ്ററായി. ഓൾറെഡി എൻ്റെ ചേച്ചി റാന്നി എന്ന സ്ഥലത്താണ് വിവാഹം കഴിച്ച് വെച്ചത്. അപ്പം ഞങ്ങൾക്ക് 1 വർഷത്തിൽ 10 ദിവസത്തെ അവധിയുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവധിക്ക് ഞങ്ങളെ അങ്ങനെ ഈ നമ്മുടെ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് അത് നല്ല സ്ട്രിക്റ്റായ രീതിയിലാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നപ്പം ചേച്ചിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ കൊണ്ട് പെരുന്തേനരുവി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ്, അവിടെ ഒന്ന് കാണാൻ പോകണമെന്ന്. അപ്പം ഞങ്ങൾ അങ്ങനെ കണ്ടിട്ട് തിരികെ പോകുമ്പോൾ മേഴ്സി ഹോമിൻ്റെ ബോർഡ് കണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അവിടെ പാവങ്ങൾ അനാഥരും ആശ്രയരും ഒക്കെയാണ് താമസം, നമുക്ക് അവിടെ നിന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നപ്പോഴാണ് ജോസഫ് അച്ഛനെ കാണുന്നത്. വടശ്ശേരിത്ത് വിജയ് ജോസഫ് വടശ്ശേരിത്ത് അച്ഛനായിരുന്നു അന്നതിൻ്റെ നടത്തിപ്പ്, മാനേജിംഗ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. നല്ല പ്രായത്തിൻ്റെ ക്ഷീണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന് ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞ് ഇവിടെയെല്ലാം പട്ടിക്കാടാണ്, കാരണം ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഒരു നല്ല റോഡോ അങ്ങനെയുള്ള ഒരു സൗകര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചിക്ക് പറഞ്ഞ് ഇവിടെ താമസിക്കണ്ട, ഇവിടെ അപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങൾ കണ്ടിട്ട് തിരികെ പോയി. അപ്പം ഞാൻ എൻ്റെ കോൺവെൻറ്റ് തിരിച്ച് എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ആഗ്രഹിച്ചെങ്കിലും എനിക്ക് വരാൻ എനിക്ക് അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു, ആരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു. രണ്ടാമത് ഞാൻ വീട്ടിൽ വന്നപ്പം അവധിക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം കണ്ടപ്പം ഞാൻ ഈ അച്ഛനെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഭയങ്കര അച്ഛനൊരു വലിയ പാമ്പിനെ അടിച്ചു കൊല്ലുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു, പാമ്പാ ഇവിടെയെല്ലാം, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. പക്ഷേ അച്ഛൻ ഇങ്ങനെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ വന്ന ഓട്ടോയിൽ തന്നെ തിരിച്ചു പോയി. എന്നിട്ട് പിന്നെ അവിടെ വന്നിട്ട് എന്നെ തിരിച്ച് കോൺവെൻറ്റിൽ ചെന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് ആരും നമുക്കൊരു ഇതായിട്ട് അത് സിസ്റ്റർ അബീതയ്ക്ക് പറ്റത്തില്ല അത്രയും വലിയൊരു കർത്തവ്യമായിട്ട് എടുത്ത് നടത്താനെന്ന്. അപ്പം ഞാൻ എന്നിട്ട് എൻ്റെ ചേച്ചിയോട് പറഞ്ഞിട്ട് ആരും എന്നെ അംഗീകരിക്കുന്നില്ല, എൻ്റെ 3 ബ്രദേഴ്സും എന്നെ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഞാൻ മൂന്നാമതും തിരിച്ച് എൻ്റെ കോൺവെൻറ്റിലേക്ക് തന്നെ പോയിട്ട് തിരിച്ച് ഞാൻ വന്നപ്പോൾ എൻ്റെ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് 10 ദിവസം ഉണ്ടെങ്കിൽ 5 ദിവസം ചെന്ന് അവിടുത്തെ അമ്മച്ചിമാരെ ഒന്ന് കഴുകി കുളിപ്പിക്കാനായിട്ട്. അത് ചേച്ചി പറഞ്ഞു, ഞാൻ വരത്തില്ല, നീ എന്തിനാ എപ്പോഴും അങ്ങോട്ട് പോകുന്നത്, എന്ത് ദൂരമാണ് അവിടെ എന്ന് പറഞ്ഞു. എങ്കിലും ചേച്ചിയോട് ഞാൻ പറഞ്ഞു, എന്നെ ഇവിടെ നിന്ന് കൊണ്ടാക്കിയോട്ടെ, കാരണം എനിക്ക് തന്നെ വരാൻ പേടിയായിരുന്നു. അന്ന് ഞാൻ കുറച്ചുകൂടെ കൊച്ചു സിസ്റ്ററായിരുന്നു. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 20 വർഷത്തിന് മുകളിലായി. അതുകൊണ്ട് അപ്പോൾ ചേച്ചി ഇങ്ങോട്ട് വന്ന് ആക്കിയിട്ട് ചേച്ചി അങ്ങ് പോയപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സങ്കടം വന്നു. കാരണം ഞാൻ മറ്റുള്ളവരുടെ നിന്ന് ഒറ്റപ്പെട്ട് ഒരിക്കലും നിന്നിട്ടില്ല, വീട്ടിൽ നിന്ന് കോൺവെൻറ്റിലോട്ടേ പോയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഒരുപാട് പ്രയാസം തോന്നി. പക്ഷേ ചേച്ചി പോയി കഴിഞ്ഞപ്പോഴേ ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേ തന്നെ ഇവിടുത്തെ അച്ഛന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാനായിട്ട് പോയി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായിട്ട് നല്ല ഒരു ബലവത്തായ കഥവോ ഒന്നും അന്നില്ല. അപ്പം ഞാൻ അങ്ങനെ അന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ പിറ്റേന്ന് ഞാൻ വിചാരിച്ചെന്നാൽ അങ്ങ് പോയേക്കാമെന്ന്. അപ്പോൾ 2-3-4 അമ്മച്ചിമാരുണ്ട്. അപ്പോൾ എനിക്ക് അവരെ ഓർത്തിട്ട് ഭയങ്കര സങ്കടം വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ അമ്മയായിരുന്നെങ്കിലോ എന്ന്. അപ്പോൾ ആ അമ്മച്ചിക്കാണെങ്കിൽ തന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇരിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങുക, അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക, അവിടെ തന്നെ അങ്ങനെ ഒരു വല്ലാത്ത ഒരു. അപ്പോൾ ആ അമ്മച്ചിയുടെ ഒരു നോട്ടം എൻ്റെ ഒരു ഹൃദയത്തിലോട്ട് പതിഞ്ഞു. എൻ്റെ അമ്മയായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നെന്ന്. അങ്ങനെയാണ് എനിക്കിവിടെ നിൽക്കാനുള്ള ഒരു ഇത് തോന്നി. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഇവിടെ വന്ന അമ്മച്ചി ആദ്യം ഞാൻ ഒരു കട്ടിലൊക്കെ ഇതാക്കിയിട്ട് അമ്മച്ചിയെ അവിടെ എടുത്ത് കിടത്തി അമ്മച്ചിയെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. എന്നിട്ട് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കോൺവെൻറ്റിൽ നിന്നും വീട്ടിൽ നിന്നും എല്ലാം എനിക്ക് കോൺവെൻറ്റ് തിരിച്ച് ചെല്ലേണ്ട സമയമായി. അപ്പോഴത്തേക്ക് എൻ്റെ കോൺവെൻറ്റ് നല്ല ട്രെയിനിങ്ങും നല്ല ഒരു അന്തരീക്ഷമാണ്. ഞങ്ങളെയൊക്കെ നല്ല ട്രെയിനിങ് ആയിട്ട് എടുത്ത് നന്നായിട്ട് പഠിപ്പിച്ചെടുക്കുന്നുണ്ടവ. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും അങ്ങനെ ഇല്ല. എങ്കിലും കോൺവെൻറ്റിലെ ആ ട്രെയിനിങ് രീതിയിൽ നമ്മളെ ഇതൊക്കെ ചെയ്യാൻ പഠിപ്പിക്കും, അമ്മച്ചിമാരെ നോക്കാനും എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചെടുക്കുന്ന ഒരു നല്ല കോൺവെൻറ്റാണ് നസ്രത്ത് കോൺവെൻറ്റ്. അപ്പോൾ ആ കോൺവെൻറ്റ് ഞാൻ പഠിച്ചത് കൊണ്ടും അവിടെ ഒരു സിസ്റ്റർ ആയതുകൊണ്ടും ആയിരിക്കാം എനിക്കിവിടെ വന്ന് ആ സ്മെല്ലൊക്കെ ഏറ്റിട്ടും ആ ഒരു പ്രയാസമില്ലാതെ ഇവിടെ നിൽക്കാൻ തോന്നിയത്. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് അങ്ങനെ നിന്നിട്ട് അപ്പോഴാണ് ഞാൻ എൻ്റെ 3ാമത് വന്നപ്പോഴാണ് ഈ അച്ഛനൂടെ ഉണ്ടായിരുന്നു. പറഞ്ഞു, മോളെ 2 പ്രാവശ്യം മോള് പോയി, ഇനി മോള് പോകാതെ വലതുകാല് വെച്ച് കയറുന്നു. ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ഒരു ഉറപ്പുമില്ല ഞാനിവിടെ നിൽക്കുമെന്നോ ഇവിടെ നിന്ന് ഇവിടെ ജോലി. ഞാൻ വിചാരിച്ച് കുറച്ച് നാൾ ചെയ്തിട്ട് പോകാമെന്ന്. പക്ഷേ എന്തായാലും ഇവിടെ നിൽക്കേണ്ട സാഹചര്യവും അതിനുള്ള അപ്പോഴത്തേക്ക് വീട്ടുകാരും നാട്ടുകാരും പിന്നെ എൻ്റെ കോൺവെൻറ്റും എല്ലാം എനിക്ക് എതിരെന്ന് വെച്ചാൽ അവർക്ക് ഞാൻ ഒറ്റപ്പെട്ടു പോയാൽ എങ്ങനെയാവും. ഇവർക്ക് വന്ന് കണ്ടപ്പം എൻ്റെ ആങ്ങളമാർക്കൊക്കെ ഒരുപാട് ബ്രദേഴ്സിന് ഭയങ്കര പേടി തോന്നി. പേടി തോന്നി. കാരണം അപ്പുറത്ത് പമ്പയാറ് ഇപ്പോഴാണ് എൻ്റെ നല്ല റോഡെങ്കിലും ആയത്.
അപ്പോൾ അന്നേരം അങ്ങനെ വന്നപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകണം എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ കൊണ്ടുപോയി അവരന്ന്. കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ ജോലി ചെയ്യണമെന്ന് ഞാൻ കരഞ്ഞ്. അപ്പോൾ തിരിച്ച് ഞാൻ ഇവിടെ തന്നെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നെ ദൈവത്തിന് ഞാൻ സ്വയമായിട്ട് എനിക്ക് ഇഷ്ടം തോന്നിപ്പോയതാണ്. അപ്പം അന്നേരം ഞാൻ ദൈവത്താൽ സമർപ്പിക്കപ്പെട്ട ഒരാളാണല്ലോ. ജീവകാരുണ്യ പ്രവർത്തനത്തോടൊരു താല്പര്യം തോന്നാനേ ചെറുപ്പത്തിൽ എന്തെങ്കിലും സിസ്റ്റർ ഏതെങ്കിലും ഇതുപോലുള്ള ഓർഫനിൽ പോകുവോ, വൃദ്ധസ്ഥാനത്തിൽ പോവോ, അങ്ങനെയെങ്കിലും ചെയ്തോ? പ്രചോദനം എന്താണ് ഇതിന്റെ പിന്നിൽ? അത് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് കോട്ടയമുണ്ടെങ്കിലും 1-2 പേരൊക്കെയാണ് അവിടെ അമ്മച്ചിമാരുള്ളായിരുന്നു ഞങ്ങളുടെ നസ്രത്ത് കോൺവെന്റിലെ. പക്ഷെ എനിക്ക് ചെറുപ്പത്തിലിങ്ങനെ ആൾക്കാരൊക്കെ ഇങ്ങനെ റോഡിലൊക്കെ പിശക്കൊക്കെ ഇരിക്കുമ്പം എനിക്ക് കിട്ടുന്ന 5 പൈസ 10 പൈസയൊക്കെ അന്നത്തെ കാലത്ത് വിലയേറിയതാ. എൻ്റെ പൊതിയെ അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുമായിരിക്കും. എനിക്ക് അവരോടൊരു അതുകൊണ്ട് അത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. അപ്പം ഇപ്പോഴിത്രയും ഈ മേഴ്സിഹോം ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞ് ആൾക്കാരാ. അപ്പൊ ഇനി ആൾക്കാരെ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എങ്കിലും എൻ്റെ മനസ്സ് അവരെ എടുത്തില്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലും അപായത്തിലായി പോവോ, ആരെങ്കിലും അവരെ കൊന്നു കളയോ എന്നുള്ള ഒരു ഭീതിയാ. അത് അന്നുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്നതാ. അപ്പോൾ അങ്ങനെയാ എനിക്ക് തോന്നിയത്. കാരണം ഞാനൊരു കോളേജ് പോകുമ്പോൾ ഒന്നും അന്ന് കാണുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ദിവസങ്ങൾ ഇങ്ങനെ താണ്ടി അങ്ങനെ പോയി കഴിഞ്ഞപ്പം ഈ മേഖലയിലെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പേടി. കാരണം ആരും ഇല്ലെന്ന് തോന്നല്. കാരണം ബ്രദേഴ്സ് 3 പേരും വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ഉച്ചയ്ക്ക് അരി ഇട്ടിട്ട് വൈകിട്ട് അരി ഇല്ലെങ്കിൽ ആരും ഇല്ല എനിക്ക് സപ്പോർട്ട്. അച്ഛൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ തിരുമേനി എന്ന് പറയുന്നത് അദ്ദേഹം അങ്ങ് സുൽത്താൻ ബത്തേരിയിലായിരുന്നു. എനിക്ക് തിരുമേനിയുമായിട്ട് വലിയ പരിചയവുമില്ല. ഈ പ്രദേശത്ത് യാതൊരു പരിചയവുമില്ല. അപ്പം എൻ്റെ ചേച്ചി വീട്ടിൽ ചെന്നിട്ട് രാവിലെ വിളിക്കും, എനിക്ക് BP കൂടുതലായി പോരെ, ഈ പട്ടിക്കാട്ടിൽ എങ്ങനെ തനിച്ചാക്കിയിട്ട് പോകാൻ എനിക്ക് പേടിയാന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതേപോലും ഞാൻ രാത്രി ഉറങ്ങാതിരിക്കുമായിരിക്കും. എനിക്ക് പേടിയായി അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ പോകുമ്പം. പക്ഷെ എങ്കിലും ദൈവം എന്നെ അത്ഭുതകരമായിട്ട് വഴി നടത്തി. എന്നിട്ട് പിന്നെ ഞാൻ ഈ തിരുമേനി വന്നപ്പം പറഞ്ഞ് എനിക്കൊരു പശുവിനെ വാങ്ങിച്ചു തരാൻ പറഞ്ഞു. എനിക്ക് കറക്കാനൊന്നും അറിയത്തില്ല. ഗവൺമെന്റ് ഞങ്ങൾക്ക് പശുവിനെയൊന്നും കറക്കണ്ട. അപ്പം പിന്നെ ഞാൻ അതിനെ കറക്കാനൊക്കെ പഠിച്ചിട്ട് പിന്നെ വലിയ പശുവും ഫാമായി. അങ്ങനെ വെച്ചുച്ചിറ എങ്ങോട്ടാ, മുക്കൂട്ടുറ എങ്ങോട്ടാ, എരുമേലി എങ്ങോട്ടാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ ഈ പാല് കൊണ്ടുവന്ന് റോഡിൽ വെക്കും, അത് എടുത്തുകൊണ്ട് പോകും സൊസൈറ്റിയിലെ. അങ്ങനെ കൊടുത്ത് അതിങ്ങനെ ജീവിച്ചു വന്ന് പിന്നെ ഞാൻ നന്നായിട്ട് കഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പശുവിനെ കറന്നിട്ട് അപ്പോഴത്തേക്ക് അമ്മച്ചിമാർ കൂടി വന്നു. ഈ റോഡിലൊക്കെ അമ്മച്ചിമാരെ കൊണ്ടിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്നതിൻ്റെ അകത്തൊരു പ്രത്യേകതയുണ്ട്. ഇത് ഈ സിസ്റ്ററിന് വേണ്ടിയിട്ടല്ലെന്നും കൂടെ ഓർക്കണം. ഈ സിസ്റ്ററിൻ്റെ അനുഭവമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവർ പശുവിനെ വളർത്തി, അതുപോലുള്ള ഇവിടെ വന്നപ്പോൾ കുറച്ച് മൃഗങ്ങൾ വേറെയുണ്ട്. ഇതിനെയൊക്കെ വളർത്തി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ ഓർഫനേജ് നടത്തുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് ആരും മറ്റൊരാൾക്ക് വേണ്ടി ഇതുപോലെ കഷ്ടപ്പെടാൻ തയ്യാറാകില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഒരു പശുവിനെ വാങ്ങിച്ച് ആ പശുവിനെ വളർത്തി അതിൽ നിന്ന് ലഭിച്ച പാല് വിറ്റ് അതിനുശേഷമാണ് ഈ ഓർഫനേജ് നടത്തുന്നത്, അല്ലേ? അപ്പം ഈ 20 വർഷത്തോളമായി ഈ സിസ്റ്റർ ഇവിടെ കഷ്ടത അനുഭവിക്കുന്നു. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായമായ ആളുകളോട് തോന്നിയ, അനാഥരോട് ഒക്കെ തോന്നിയ ഒരു സ്നേഹം, ഒരു കരുണ, ഒരു വാത്സല്യം എന്നൊക്കെ വേണം നമുക്ക് പറയാം. അപ്പം 20 വർഷമായി സിസ്റ്റർ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നു. അപ്പം ഇവിടെ വരുന്ന ആളുകളൊക്കെ അവരുടെ അവസ്ഥകളൊക്കെ ഒന്ന് പറയാമോ? മക്കൾ ഉപേക്ഷിച്ചിട്ടുള്ളവരാണോ, അതോ തീർത്തും അനാഥരായിട്ടുള്ളവരാണോ? എങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ ശരിക്കും വരുന്നത്? ശരിക്കും മക്കൾ ഉപേക്ഷിക്കുന്നവരുണ്ട്. പിന്നെ ഈ ആദ്യത്തെ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഈ റോഡിൽ ഒരു അമ്മച്ചിയെ കൊണ്ടിട്ടിട്ട് പോയി. ഇപ്പോഴും ഉണ്ട് ഗൗരിയമ്മ, ഒരു 98 വയസ്സുണ്ട്, കഴുകി കുളിപ്പിച്ച്. അപ്പോൾ ഇവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട് ഇതിൻ്റെ മുമ്പിൽ. അവർ പറഞ്ഞു നിങ്ങളുടെ അമ്മച്ചി ഇറങ്ങി പോന്നെന്ന്. ചെന്ന് നോക്കിയപ്പോൾ ഞങ്ങളുടെ അല്ല, ഞങ്ങളെ അമ്മച്ചി ഇവിടെ സൂക്ഷിച്ചെടുത്തുകൊണ്ട് വന്നൊക്കെ ആയിരിക്കും അമ്മച്ചി പറയുന്നത്. എങ്ങനെയാ ഇവിടെ വന്നേന്ന് അറിയാം. അമ്മച്ചിക്ക് അന്നേരം ഏകദേശം നമ്മൾ കണ്ട 10-80 വയസ്സോളം തോന്നുന്നു. 80 വയസ്സുള്ള ഒരു അമ്മച്ചിയെ മക്കൾ കൊണ്ട് റോട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പം അത് വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു അമ്മച്ചി അവിടെ ഉപേക്ഷിച്ചാൽ അത് സാമൂഹ്യനീതി വകുപ്പിലും പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിച്ചേ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച്. അന്ന് അങ്ങനെ ഇല്ലായിരുന്നു. പിന്നെ മക്കൾ വേറെ സ്ഥാപനത്തിൽ നിന്ന് ഒരു
അങ്ങനെ 10 മക്കളുടെ ഒരു അമ്മച്ചിയുടെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മച്ചിയാണെങ്കിൽ അത് ജീവിതത്തിൽ ഞാൻ അതൊക്കെ കഥയാണെന്നാണ് വിചാരിച്ച്. പക്ഷെ അമ്മച്ചി വയ്യാതായി അന്നേരം ഞാൻ തന്നെയാണ് കഴുകി കുളിപ്പിക്കുന്നത്. അമ്മച്ചി അപ്പോൾ എന്നോട് പറയാറുണ്ട്, മോളെ 10 മക്കളുണ്ട്, എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് എനിക്കൊരു മുത്തമൊക്കെ തന്നിട്ട് പറയും, മോളെ ദൈവം അനുഗ്രഹിക്കുമെന്ന്. അപ്പം അമ്മച്ചി അതുകൊണ്ട് പറയും, അമ്മച്ചിയെല്ലാം ഇവിടെ വയ്യാതായി. അതിന് അവിടെ അറിയിക്കുന്ന നമ്പറിൽ അറിയിച്ചപ്പോൾ ആരും വന്നില്ല. അമ്മച്ചി മരിച്ചപ്പം പറഞ്ഞ് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യ്. അപ്പോൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് പറഞ്ഞ് നിങ്ങൾ അടക്കിക്കോളാൻ, ഇവിടെ സെല്ലുണ്ട്. അപ്പം ഞങ്ങൾ ഏതെങ്കിലും അച്ഛനെയോ അങ്ങനെ തിരുമേനി ആരെയും വിടും. ഞങ്ങളെല്ലാവരും കൂടെ പാട്ടൊക്കെ പാടി അങ്ങനെ അവിടെ 10 മക്കളുള്ള ഒരു അമ്മച്ചിയുടെ അവസ്ഥയാണ് പറഞ്ഞത്. 10 മക്കളുള്ള അമ്മച്ചി അനാഥയായി, ആ അമ്മച്ചീനെ നോക്കാൻ ആരുമില്ലാതെ മരണത്തിന് ശേഷം ആ 1 മണിക്കൂർ ആ ബോഡി വെച്ചോണ്ടിരുന്നു. എന്നിട്ട് ഈ 10 മക്കൾ ഒരു മക്കൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. അന്നാണ് എൻ്റെ ജീവിതത്തിൽ ഇത് കഥയല്ല ജീവിതമാണെന്ന് മനസ്സിലായി. ഞാൻ അതാണ് നമ്മളിത് കേൾക്കുന്ന കഥയാണെന്ന് തോന്നും, പക്ഷെ കഥയല്ല, ഇതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ അന്ന് മുതൽ ഞാൻ പിന്നെ അതിനെയൊക്കെ ഉൾക്കൊള്ളാൻ തുടങ്ങി. അതുവരെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഒരമ്മച്ചി മരിച്ച മരണസമയത്തെങ്കിലും വരുമെന്നായിരുന്നു എൻ്റെ വിശ്വാസം. പിന്നെ അങ്ങോട്ട് എല്ലാവരും പറയും, ഒറ്റ വാക്കി പറയും, സിസ്റ്ററെ നിങ്ങൾ അടക്കിക്കോളാൻ. അങ്ങനെ ഒരുപാട് മരണങ്ങൾ, അങ്ങനെ ഒരു 10-50 പേരൊന്നും അല്ല നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങിച്ച് കുടിച്ച്. പിന്നെ നമ്മൾ അവരെ നന്നായിട്ട് പരിരക്ഷിക്കുക, അത്രയേ ഉള്ളൂ. നമുക്കിത് പുറലോകം അറിയാനോ ആരും അറിയപ്പെടുന്നതോ അവാർഡ് വിളിച്ചാലോ ഒന്നും ഞാൻ പോകാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അവരെ നമ്മൾ, ഞാൻ പറയും, നിങ്ങൾ അങ്ങനെ അവാർഡ് തരും, നിങ്ങൾ അത് ഇവർക്ക് എന്തെങ്കിലും കൊണ്ട് കൊടുക്കാൻ പറയും. എനിക്ക് അതിന് പോകാനുള്ള സമയമില്ല. 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ പശുവിനെ കറക്കണം, ഫുഡ് ഉണ്ടാക്കണം, പിന്നെ ഇവരെയൊക്കെ കഴുകി കുളിപ്പിക്കണം. അങ്ങനെ ഒത്തിരി ബെഡ് പേഷ്യൻ്റ് ഇപ്പോഴാണ് ഇങ്ങനെ എന്ന് വെച്ചാൽ ഇത് ഓർത്തഡോക്സ് സഭയുടെ ഒരു ചെറിയ ഗ്രാൻഡേ നമുക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി എല്ലാവരും സുമനസ്സുകളുടെയൊക്കെ പിന്നെ സഹായങ്ങൾ കൊണ്ടാണ്. എത്ര പേരുണ്ട് ഇവിടെ? നമ്മൾ ഓൾറെഡി ഇപ്പോൾ എല്ലാവരും ഒരു 100 പേരോളം 100 പേരുണ്ട്. ഒന്ന് ആലോചിക്കുക, 100 പേര് ഇവിടെ താമസിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് 3 നേരം ഭക്ഷണം വേണം, 2 നേരം ചായ വേണം. അപ്പോൾ അതുമാത്രമല്ല, ഇവർക്ക് മരുന്ന് വേണം. അപ്പോൾ ഇതിനൊക്കെ വലിയ ഭീമമായ തുകയാണ് ഇതിനൊക്കെ ചിലവാകുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇത് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ നാട്ടിലൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ തയ്യാറാകണം. ഓരോ സ്ഥലങ്ങൾ പോവുകയും സന്ദർശിക്കുകയും, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആളുകൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി ഒന്ന് നോക്കണം, അല്ലേ? എന്താണ് സിസ്റ്ററിന് ഈ പറയാനായിട്ടുള്ളത് ആളുകളോട്? ഞാൻ മറ്റുള്ളവരുടെ സഹായങ്ങളും കൊണ്ടാണ് പോകുന്നത്. എനിക്ക് ഇനിയിപ്പോൾ എന്ന് പറയുന്നത്, എനിക്ക് 1 ഏക്കറോ 2 ഏക്കറോ ആരെങ്കിലും തന്നാൽ കുറച്ച് അമ്മച്ചിമാരെയും കൂടെ എടുത്ത് നോക്കാം. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഞാനപ്പോൾ ചോദിക്കും, നിങ്ങൾ എങ്ങനെയും മേഴ്സി ഹോമെ അറിഞ്ഞു ചോദിച്ചാൽ ഞങ്ങൾ നെറ്റിലൊക്കെ അടിച്ച് നോക്കും എന്ന് പറയും. അപ്പോൾ ദൂരേന്ന് വരെ ഇവിടെ തൃശ്ശൂർ, തിരുവനന്തപുരം, അവിടെ നിന്ന് വരെ ഇവിടെ അമ്മച്ചിമാർ താമസക്കാരുണ്ട്. അപ്പം ഇപ്പോഴത്തെ എനിക്കുള്ളൊരു ആവശ്യം എന്ന് പറയുന്ന, ആരെങ്കിലും 1-2 ഏക്കർ സ്ഥലം തരുവാണെങ്കിൽ എങ്ങനെയെങ്കിലും അവിടെ കുറച്ച് അമ്മച്ചിമാരെയും കൂടെ, കാരണം കഴിഞ്ഞ ദിവസം ഇവിടെ ഫില്ലായി, ഇവിടെ 100 പേർക്കുള്ള താമസ സൗകര്യമുള്ളൂ, 100 പേര് നിറഞ്ഞു, അല്ലേ? നിറഞ്ഞു. ഇപ്പോൾ ഒരു 6, 5, 10 പേര് ഇപ്പോഴും ഈ കടമ്പനാട് ദേശത്ത് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞ്, സിസ്റ്റർ എന്നാ ഓണം കഴിയുമ്പം കട്ടിലാകുമോ എന്ന്. ഞാൻ പറഞ്ഞു, കട്ടിൽ പോയിട്ട് ഇവിടെ തറ പോലും ഇല്ല, ഇവിടെ ഫുള്ളായി കിടക്കുവാണെന്ന് പറഞ്ഞ്. കാരണം നമുക്ക് ഒരു കിടക്കാനുള്ള ഇത് കൊടുക്കട്ടെ, പോലീസുകാർ കൊണ്ടുവരും. ഇപ്പം പോലീസുകാർ കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചിയെ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, സാറേ ഇവിടെ ഒട്ടും സ്ഥലമില്ല. അപ്പം പറഞ്ഞു, സിസ്റ്ററെ എങ്ങനെയെങ്കിലും ഒരാഴ്ചത്തേക്കെങ്കിലും ഒന്ന് എടുക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ എന്നിട്ട് അത് എടുക്കാനുള്ള കാരണം ഞാൻ അമ്മച്ചിയോട് പറയാം, ആ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടത്തിയോടെ വിട്ട്, ചേട്ടത്തിയോടെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൽ വിട്ടോട്ട് ഓട്ടോക്കാരൻ ഇങ്ങനെ കൊണ്ടുപോവാണ്. അപ്പോഴും 1 മണിയായപ്പോഴുണ്ട് 2 എടുക്കുന്നില്ല, ഓട്ടോക്കാരൻ പെട്ടുപോയി. ആരാണ്ട് പറയണ നീ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകാൻ. ഇപ്പം ഇവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുക, പോലീസുകാർ ഒറ്റ വണ്ടി അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അമ്മച്ചിയോട്, അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഇവിടെ ഒട്ടും സ്ഥലമില്ല, സാർ വേറെ എവിടെയെങ്കിലും സ്ഥാപനത്തിലോട്ട് കൊണ്ടാക്കാൻ പറഞ്ഞു. അപ്പം പറഞ്ഞ്, സിസ്റ്റർ എവിടെ, ഞങ്ങൾക്ക് അറിയാവുന്ന സ്ഥാപനതേ ഉള്ളൂ, ഇത് പഴയ തബീത സിസ്റ്റർ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് തന്നെയാ, പക്ഷേ എനിക്ക് മാറ്റമൊന്നുമില്ല, പക്ഷെ ഇവിടെ സ്ഥലം ഒട്ടുമില്ല സാറേ, എവിടെ ഒരു സ്ട്രോക്ക് വന്ന അമ്മച്ചിയാ ഒരു വശം. അപ്പം സാറിങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ അപ്പോൾ എൻ്റെ ചേച്ചിയും കൂടെ അന്നേരം ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് വേറൊരാളെ അവിടുന്ന് കട്ടിലയിൽ നിന്ന് മാറ്റിയിട്ട് ഈ അമ്മച്ചിയെ അങ്ങോട്ട് കിടത്താം. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സാറിനെ വിളിച്ചാൽ അടുത്ത പ്രാവശ്യം സാറ് കൽക്കട്ടയിലായിരിക്കും. നമുക്ക് പോലീസുകാർക്കൊക്കെ എപ്പോഴും സ്ഥലം മാറ്റം ഉണ്ടല്ലോ.
എന്നിട്ടാണെങ്കിൽ ഈ അമ്മച്ചിയുടെ മുഖത്തോട്ട് ഞാൻ നോക്കി. അമ്മച്ചിയുടെ കണ്ണിൽ കൂടെ ഇങ്ങനെ ദരദരയായിട്ട് കണ്ണുനീര്. എന്നിട്ട് അമ്മച്ചി അന്നേരം ഞാൻ ഓർക്കും, എൻ്റെ ദൈവമേ, ആ അമ്മച്ചി ഓർക്കുമായിരിക്കും അനാഥ മന്ദിരത്തിന് പോലും എന്നെ വേണ്ടല്ലോ എന്ന്. എന്നിട്ട് ഞാൻ ഈ അമ്മച്ചിയോട് അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, അമ്മച്ചി ഞാൻ എടുത്തില്ലായിരുന്നു, അമ്മച്ചി എന്നാ ചെയ്യുമായിരുന്നെന്ന്. അന്നേരം അമ്മച്ചി എന്നോട് പറയണേ, മോളെ ഞാൻ പറയാം, ആ പെരുന്തേനരുവിലോട്ട് ഓട്ടോക്കാരനോട് പറയും എന്നെ ആ പെരുന്തേനരുവിലോട്ട് കളഞ്ഞേക്കാനെന്ന്. ആ പെരുന്തേനരുവി എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ ആൾക്കാരൊക്കെ വന്നിങ്ങനെ ടൂറിസ്റ്റ് ഏരിയ ആണെങ്കിൽ അവിടെ പോയാൽ പിന്നെ കിട്ടത്തൊന്നുമില്ല. അപ്പം എനിക്കപ്പോൾ അങ്ങ് സങ്കടം വന്നു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മച്ചി സാരമില്ല കേട്ടോ, അമ്മച്ചിക്ക് ഞാൻ ഉമ്മയൊക്കെ കൊടുത്തിട്ട് അമ്മച്ചിക്ക് ഞങ്ങളുണ്ട് അമ്മച്ചി. അപ്പം പിറ്റേന്ന് എന്ത് ചോദിച്ചു, അമ്മച്ചി എന്നോട് ചോദിച്ചു, മോളെ ആരെങ്കിലും വിളിച്ചോ സിസ്റ്ററെ? എന്നാലും ഞാൻ പറഞ്ഞു, അമ്മച്ചി വിളിച്ചിട്ട് പിന്നെ ആരും അമ്മച്ചി ഉൾക്കൊള്ളാൻ തയ്യാറല്ല. കുഴപ്പമില്ല അമ്മച്ചി, ഞങ്ങൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് സന്തോഷവും ചിരിയായിട്ട് ഇന്ന് ഞങ്ങളുടെ ഒപ്പം ഉണ്ട്, ആരും വരുന്നില്ല അമ്മച്ചി അന്വേഷിച്ച്. അപ്പോൾ ഈ സിസ്റ്റർ പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഓർഫനേജ് മുഴുവൻ ഫുള്ളായി. അപ്പം നിങ്ങൾ ഈ പത്തനംതിട്ട ഈ ജില്ലയിലൊക്കെ താമസിക്കുന്ന ആളുകളൊക്കെ വിദേശ രാജ്യങ്ങളിലുള്ളവരൊക്കെ നല്ല കാശുള്ളവരാണ്. ഈ പണം എങ്ങനെ ചെലവഴിക്കണമെന്നറിയാതെ ഭാരപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഇത് കാണുന്നവർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു 2 ഏക്കർ സ്ഥലം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ, ഈ സിസ്റ്ററെ പോലെയുള്ളവർക്ക് ഇതുപോലെയുള്ള ഓൾഡ് ഏജ് ഹോമുകൾ തുടങ്ങാനായിട്ട് അത് ചെയ്യണം. അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. ഇവിടെ വരുന്ന ഈ ആളുകളെയൊക്കെ അവർക്ക് മക്കളില്ലാത്തവരല്ല, പക്ഷെ മക്കൾ ഉപേക്ഷിച്ചവരാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇങ്ങനെയുള്ളവർ ഇങ്ങനെ തെരുവിൽ ജീവിക്കുകയാണ്. അപ്പോൾ കുറച്ച് ആളുകൾ ഇവരെയൊക്കെ എടുത്ത് സംരക്ഷിക്കാനും അവർക്ക് ഭക്ഷണവും പാർപ്പിടവും മരുന്നും ഒക്കെ കൊടുക്കാൻ തയ്യാറാവുമ്പോൾ നല്ല ജീവിത നിലവാരമുള്ള ആളുകളൊക്കെ ഇവരെയൊക്കെ സഹായിക്കാൻ തയ്യാറാകണം. എന്നെ പോലെയുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്യാനേ സാധിക്കുള്ളൂ. ഇത് കണ്ടിട്ട് പല ആളുകളും സഹായത്തിന് മുമ്പോട്ട് വരും, അത് മറ്റൊരു കാര്യം. എങ്കിലും ഇതൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് മാതാപിതാക്കൾ ഇവിടെ മക്കൾ ഉപേക്ഷിക്കപ്പെട്ടവരായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്ററിൻ്റെ ഈ 20 വർഷത്തെ ജീവിതത്തിൽ, ഇവിടത്തെയുള്ള ഈ ഓർഫനേജ് ജീവിതത്തിൽ സിസ്റ്ററിന് മറക്കാനാവാത്ത ചില സംഭവങ്ങൾ സിസ്റ്റർ ഒന്ന് വിവരിക്കാവോ? മരിക്കാനോ അങ്ങനെയുള്ളതാണ്. ഇങ്ങനെ ഈ 10 മക്കളുടെ അമ്മച്ചിയുടെ ഒരു കാര്യം, പിന്നെ ഈ പോലീസുകാരിങ്ങനെ കൊണ്ടുവരുന്നത്, പിന്നെ എന്തുവാ, ഞാനാണെങ്കിൽ ഒരമ്മച്ചിയുടെ ഒരു മകൻ ഇവിടെ വന്നിട്ട് അതിപ്പം ഗൾഫ് നാട്ടിലാണ്. മാസം നമുക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് തന്നിപ്പോൾ വീട്ടില് ഒരു വല്ലാത്ത അവശ്യ നിലയിൽ കിടക്കുന്നെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. ഇങ്ങനെ കഴിഞ്ഞ് എല്ലാം ഇവിടെ നമ്മൾ നോക്കുകയൊക്കെ ചെയ്തിട്ട് ഈ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഈ അമ്മച്ചിക്ക് കൊണ്ടുവന്നത് ഒരു ഓണമായിട്ട് ഒരു നൈറ്റി ആയിട്ട് ഒരു തോർത്ത് പോലും ഈ അമ്മച്ചിക്ക് കൊണ്ടുവന്നിട്ടില്ല. ബട്ട് ഈ അമ്മച്ചി ചോദിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് പേര് പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം അന്നേരം അമ്മച്ചിയുടെ കൂടെ ഈ മോഹൻ്റെ കുഞ്ഞുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, അമ്മച്ചി എന്ന് കുറച്ചു നേരം ആ മകൻ ചെന്ന് അമ്മച്ചി എടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം ചോദിച്ചു, പപ്പ എന്തിനാണ് അവിടെ പോയിരുന്ന് സംസാരിച്ചത്? ഞാൻ പപ്പയോട് കട്ടീഷാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോളെ കൂട്ടി ഇതുപോലെ കൊണ്ട് നടന്ന മമ്മിയാന്ന് പറയാം. മമ്മിയാണെന്ന് പറയാനായിട്ട് മകന് പറ്റുന്നില്ല. അപ്പം അവിടെ എന്തോ ഒരു ഉഴുന്നുവട കൊണ്ടുവന്നു ആ മമ്മിക്ക് മാത്രം കൊടുത്തു. ബാക്കി എത്രയും പേര് ഇവിടെ ഉണ്ട്. പക്ഷെ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അവര് തോർത്ത നൈറ്റി ഒന്നും ഇവിടെ ഇല്ലാഞ്ഞിട്ട് അങ്ങനെയല്ല. പക്ഷെ ഒരു മകൻ ഒരമ്മയോട് ഇടപെട്ടത് എൻ്റെ ഉള്ളം നൊന്ത്. പക്ഷെ ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കുറേ സമയം കുത്തിയിരുന്ന് കരഞ്ഞ്. അപ്പം എൻ്റെ കൂടെ ഒരു 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നെ അന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം എന്നോട് എന്താ സിസ്റ്ററാൻറ്റി കരഞ്ഞ്, എനിക്ക് മനസ്സിലായി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു രംഗം എനിക്ക് മനസ്സിൽ നിന്ന് ഒരിക്കലും മായുന്നില്ല. കാരണം ചിലർക്ക് അമ്മച്ചിമാർ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഇത് അനാഥ മന്ദിരമാണോ എന്ന് പോലും അറിയത്തില്ല. അവരെല്ലാം LKG കൊണ്ടുവന്ന് ആക്കിയിട്ട് പോകുമ്പോൾ തിരിഞ്ഞു നോക്കും. ഓർമ്മയില്ലാത്ത അമ്മച്ചിമാരില്ലേ, അതിങ്ങനെ തിരിഞ്ഞു നോക്കും, അവരങ്ങ് പോകും. പക്ഷെ എൻ്റെ ഉള്ളങ്ങ് പെടയും. പക്ഷെ അവർക്കൂടെ ഉള്ളിൽ നിന്ന് ഒരു കണ്ണുനീര് പോലും വരത്തില്ല. പക്ഷെ ഇവർ പ്രായമാകുമ്പോൾ മൂശട്ടയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ സഹിച്ചേ മതിയാവുള്ളൂ. ചിലപ്പോൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നവരുണ്ട്. പക്ഷെ അതെല്ലാം ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. അതൊക്കെ എന്നാലും ഞങ്ങൾക്ക് അവരോട് ദേഷ്യമില്ല. അവരുടെ ഓരോ സമയത്തെ വിളിയും, ഇപ്പം ഡ്രസ്സൊക്കെ തേക്കുമ്പോൾ ചോദിക്കും, ആ സിസ്റ്റർ അമ്മ എവിടെ പോവാ, ഞങ്ങളെ ഇട്ടിട്ട് പോവുകയാണോ? അമ്മേ ഞങ്ങളെ ഇട്ടിട്ട് പോവല്ലേ കേട്ടോ എന്ന് പറയും. കാരണം ഈ ലോകത്തിൽ ഏറ്റവും വലിയത് ഈ 100 പേരുടെ സ്നേഹമാണ്. അതെ, അമേരിക്കയ്ക്ക് സിസ്റ്ററിനെ കൊണ്ടുപോകാം, അവിടെ കൊണ്ടുപോകാന്നൊക്കെ പലരും പറയും. പക്ഷെ എനിക്ക് എങ്ങും ഇവരെ ഇട്ടിട്ട് എൻ്റെ വീട്ടിൽ പോലും പോകാൻ ഇഷ്ടമില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ഇവര്. അങ്ങനെ
അപ്പോൾ ഈ ഇവരെ കാണാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ എനിക്ക് പറ്റില്ല. പറ്റത്തില്ല. അല്ല, അതൊക്കെ വലിയൊരു ദൈവം തരുന്ന ഒരു വലിയ ദൈവകൃപയാണ്. എനിക്ക് പറ്റത്തുമില്ല. അവരാരേലും മരിച്ചു അവർക്ക് ഒരമ്മച്ചി ഇപ്പം 10-90 വയസ്സായിട്ട് മരിച്ചെങ്കിൽ പോലും എനിക്ക് ഭയങ്കര വിഷമമാണ്. ഒരു മാസത്തേക്ക് എൻ്റെ മനസ്സിലങ്ങ് എൻ്റെ അമ്മച്ചി എൻ്റെ അമ്മയാണെന്നുള്ള ഒരിതാ. എല്ലാവരും അങ്ങനെ, ആരോടും നമുക്കൊരു വേറൊത്തില്ല. ജാതി മത വ്യത്യാസം ഇല്ലാതെ ഇതിനകത്ത് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ കേൾക്കുന്ന ആളുകളോട് എന്താണ് സിസ്റ്ററിന് ഒരു സന്ദേശം പറയാനായിട്ടുള്ളത്? എന്തൊക്കെ ആവശ്യകതകളാണ് സിസ്റ്ററിന് ഇപ്പം നിലവിലുള്ളത്? എന്തൊക്കെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെ കുറച്ച് സ്ഥലം കൂടെ കിട്ടിയാൽ, കാരണം നമ്മൾ കാണുന്നില്ലേ പത്രത്തിലൊക്കെ ഓരോ അമ്മച്ചിമാരെ ഇങ്ങനെ കൊല്ലുക, അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പം അങ്ങനെയൊന്നും കൊല്ലാതിരിക്കാനായിട്ട് നമുക്ക് ഒരു കുറച്ചും കൂടെ ഒരു കുറച്ച് സ്ഥലം കിട്ടിയാൽ നമുക്ക് അവിടെ ഒരു ബിൽഡിങ് അങ്ങനെ ലോൺ എങ്ങാനും എടുത്തോ ആരുടെയെങ്കിലും സഹായങ്ങൾ കൊണ്ട് കിട്ടോ നമുക്ക് അങ്ങനെ എടുത്തിട്ട് അങ്ങനെ പരിപാലിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ. അത് ഇതുവരെ നമുക്ക് അതിനുള്ള ഒരു ഇതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ ഈ ഓൾഡ് ഏജ് ഹോം നടത്തുന്നതിൽ ഓർത്തഡോക്സ് സഭയുടെ പങ്ക് എന്താണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? കുഴപ്പമില്ല. അവിടുന്ന് ഇടവകയിൽ നിന്ന് പള്ളികൾ അച്ഛന്മാർ അവിടുത്തെ പള്ളിയിൽ നിന്ന് പിന്നെ പ്രാർത്ഥനാക്കൂട്ടം അങ്ങനെ അവരെല്ലാം വരും. അങ്ങനെയാണ് നമുക്ക് ചിലപ്പോൾ അന്ന് ആ സമയങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് അരിട്ടിട്ട് വൈകിട്ട് അരി കാണത്തില്ല. അന്നേരമാണ് ചന്ദനപ്പള്ളിയിൽ നിന്ന് ഒരു 200 കിലോ അരി വരുന്നത്. അപ്പം പിന്നെ നമുക്ക് അങ്ങോട്ട് അരി കുറയാറേ ഇല്ല. ആരെങ്കിലും ഒരു 10ൻ്റെ കിറ്റെങ്കിലും ഇവിടെ കൊണ്ടിട്ടും. പക്ഷെ അന്നേരം നമ്മൾ പറയും, നമ്മൾ ഓടി വന്ന് ആരാന്ന് ചോദിക്കും, പറയും അത് പേരൊന്നും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരാന്നൊക്കെ പറയും. അന്നേരം ഓർത്തഡോക്സ് സഭ ഇത് പിന്നെ ഒരു ചെറിയ ഗ്രാൻഡ് നൽകുന്നുണ്ട്. പിന്നെ ആരംഭ കാലഘട്ടങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെട്ടു ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പട്ടിണി കിടക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ? പട്ടിണി വന്നില്ല. ആ സമയമാകുമ്പോഴത്തേക്ക് ദൈവം ഒരു 6-ന് മുമ്പ് ആരെയെങ്കിലും കൊണ്ടുവരും. അല്ലെ പെരുന്തേനരുവി കാണാൻ വന്നവർ വഴി തെറ്റിയായിരിക്കും വരുന്നത്. അപ്പം അന്ന് ഒരു ദിവസമാണെങ്കിൽ എനിക്ക് ഒന്നുമില്ല, ഒരു 500 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കൊണ്ട് പെരുന്തേനരുവി കാണാൻ അപ്പുറത്തൂടെ വരേണ്ടവർ ഇതുവഴി വന്നു. അപ്പോൾ ഞാൻ തിരുമേനിയെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇച്ചിരി പൈസയും കൂടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാത്രി ആയല്ലോ കുഞ്ഞെ എങ്ങനെ എത്തിക്കുന്നത്, നാളെ ആട്ടെന്ന്. അപ്പോൾ പിറ്റേന്ന് രാവിലെ എന്നിട്ട് ഇവർ വന്ന് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പറയാം, സിസ്റ്ററെ ഞങ്ങളെ ദൈവമാണ് ഇങ്ങോട്ട് എത്തിച്ചത്, നാളെ ഞങ്ങളുടെ ഒരു പപ്പയുടെ ഓർമ്മ ദിവസമാണ്, ഞങ്ങൾ എവിടെയാണ് കൊടുക്കണ്ടേന്ന് വിചാരിച്ച് വന്നെയാ അന്ന്. എന്നിട്ട് അവരുണ്ട് ഒരു 5000 രൂപ തന്നിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത്രയും രൂപയുടെ ആവശ്യം ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരുമേനോട് പറഞ്ഞു എനിക്ക് പൈസ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് അപ്പോൾ അതിന്? എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ തിരുമേനി പറയാം നമുക്ക് ആവശ്യമെങ്കിൽ ദൈവം ആൾക്കാരെ വഴി തെറ്റി നമ്മുടെ എടുത്തിട്ട് കൊണ്ടുവരുമെന്ന്. അങ്ങനെ ഓരോ നല്ല നല്ല അനുഭവങ്ങളാണ് നമുക്കിപ്പം. ചിലപ്പം ഒരു പച്ചക്കറിയുടെ തുമ്പ് പോലും കാണത്തില്ല, പക്ഷെ അന്നേരം ആരെങ്കിലും ചിലപ്പം ദൈവം അന്നേരം അയക്കും. ഈ കോവിഡ് സമയത്തൊക്കെ ആണെങ്കിലും എല്ലാവരും നമ്മളോട് ഇവിടെയുള്ള ലോക്കൽ ആൾക്കാരാണ്, വലിയ വലിയ പണക്കാരല്ല എങ്കിലും നമുക്ക് ആവശ്യമായ സാധനങ്ങളോ റേഷനരിയോ എന്തുമായാലും മതി. കാരണം ഇത്രയും പേർക്ക് ഫുഡ് കൊടുക്കണ്ടേ. പിന്നിപ്പം പിന്നെ സ്കൂളുകളിൽ നിന്ന് പൊതിയെ അങ്ങനെയൊക്കെ തന്ന് നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും സിസ്റ്ററിൻ്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത് കാണുന്ന ആളുകൾക്ക് ഒരു 2 ഏക്കർ സ്ഥലവും വാങ്ങിച്ച് അതിന് തക്കതായ ഒരു ബിൽഡിങ് പണിത് തരാനായിട്ട് അവരുടെ മനസ്സിൽ ദൈവം തോന്നിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇത് നമ്മളിപ്പോൾ കുറച്ചുള്ളൂ, പിന്നെ കുറച്ച് ഞാൻ വന്നതിന് ശേഷം പിന്നെ ഓരോരുത്തരെ സഹായിച്ചും പിന്നെ നമുക്ക് കോഴി, താറാവ്, പശു ഇതിനെല്ലാം ഞാൻ വളർത്തുന്നുണ്ട്. അത് കുറച്ച് പേരൊക്കെ വന്ന് സെയിൽ ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് എൻ്റെ മാക്സിമം എന്തോ ചെയ്യാമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ദൈവം നമുക്ക് എത്ര നാൾ, അതായത് 4-10 മക്കളുള്ള ഒരു വീട്ടിൽ അവർ 10 മക്കൾക്ക് ഒരു അമ്മയെ നോക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് ഈ സിസ്റ്റർ ഒറ്റയ്ക്ക് സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ 100 പേരെ നോക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് ആട്, കോഴി, പശു ഇതുപോലെയുള്ള വളർത്തു മൃഗങ്ങളെയൊക്കെ വളർത്തി അതിനെ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട്, മുയൽ, ഇതവിടെ ഒരു മുയലും കൂടി ഇരിപ്പുണ്ട്, മുയൽ, ഇതിനെയൊക്കെ വളർത്തി അതിനെയൊക്കെ വിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന പൈസ കൊണ്ടാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യകത എന്താ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതാണ് ഓരോരുത്തർക്ക് കർത്താവ് പറഞ്ഞ ആ സ്നേഹം. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് അല്ലേ, അതാണ് പ്രധാനമായിട്ടും ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് കാണുന്ന ആളുകൾ നിങ്ങൾ ഇവരെയൊക്കെ വിളിക്കുകയും നാട്ടിലൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങൾ, ഓർഫനേജൊക്കെ സന്ദർശിക്കുകയും ഓൾഡ് ഏജ് ഹോമുകളൊക്കെ സന്ദർശിക്കുകയും
ഇവരെയൊക്കെ സഹായിക്കാൻ നിങ്ങളൊക്കെ രംഗത്ത് വരണമെന്നാണ് എനിക്ക് പറയുള്ളത്. അവസാനമായിട്ട് എന്താണ് സിസ്റ്ററിന് അവസാനമായിട്ട് പൊതുജനത്തോടൊരു സന്ദേശം പറയാനായിട്ടുള്ളത്? അല്ല, ഞാൻ പറയുന്നത് കഴിയുന്നതും അവരുടെ അമ്മമാരെ അവർ നോക്കാൻ ശ്രമിക്കുക. പിന്നെ തീരെ നിവൃത്തിയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഒരു വിശേഷ ദിവസങ്ങളിലെങ്കിലും അവരെ ഒന്ന് വന്ന് കാണുക. കാരണം എത്രയൊക്കെയായാലും മക്കൾമാരുടെ സ്നേഹമില്ലേ. പിന്നെ തീർത്തും അനാഥരായിട്ടുണ്ടല്ലോ, വിവാഹം കഴിക്കാത്തവര്, ആരും നോക്കാനില്ലാത്തവര്, അവർക്കെന്ന് വെച്ചാൽ നമ്മളേ ഉള്ളൂ. എപ്പോഴും നമ്മൾ അവർ നോക്കിയാലും ചിലര് ഇപ്പൊ ഈ 98 വയസ്സുള്ള ഗൗരിയമ്മയെന്ന് പറയുന്നത്, അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു, അമ്മച്ചി ഇങ്ങനെ വീട്ടിൽ പോകണ്ടേ? ഓ, അവർക്ക് എന്നെയും വേണ്ട, എനിക്ക് അവരെയും വേണ്ട, എനിക്ക് പോകണ്ടെന്നുള്ള ഒരു രീതിയിലാണ്. പക്ഷെ ചിലർക്ക് അങ്ങനെയല്ല, വ്യത്യസ്തമായ എൻ്റെ മക്കളെ ഒന്ന് കാണണം എന്നൊക്കെയുള്ള. പിന്നെ ഈ നല്ല പാഠം പദ്ധതി ഇങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് അധ്യാപകർ വരുന്നതൊക്കെ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ മറ്റുള്ളവരുടെ സഹായങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതുവരെയും പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എല്ലാവരും സന്തോഷവേളകൾ ഒരുപാട് ആർഭാടമായിട്ട് എടുക്കുന്ന ഇതല്ലേ സാമ്പത്തികങ്ങളൊക്കെ, അതൊക്കെ ഇവർക്ക് വേണ്ടി നല്ല മനസ്സുള്ളവർ. ഞാൻ ആരോടും ഒന്നും ചോദിക്കാറില്ല. എന്നോട് സിസ്റ്റർ എന്തോ വേണമെന്ന് വിളിച്ച് ചോദിക്കുവാണെങ്കിൽ ഇന്ന സാധനം ഇല്ല എന്ന് പറയും. പിന്നെ മറ്റുള്ളവരുടെ സഹായങ്ങളും കൊണ്ടാണ് ഇതുവരെ ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പം പിന്നെ ഇങ്ങനെയുള്ള ഇടം വന്ന് കണ്ട് അവരെ സഹായിക്കുക. പിന്നെ ഞാനിന് അമ്മമാരെ ഇങ്ങനെ കൊണ്ടാണ് ഇപ്പം കൂടുതലായിട്ട് ചിലർ പറയും, ഞങ്ങൾ 10 രൂപ തരാം, 15 രൂപ തരാം, 25 രൂപ തരാം, സിസ്റ്റർ എൻ്റെ അമ്മയെ ഒന്ന് നോക്കാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. കാരണം അത് അവർ ചിലപ്പം പുറത്തൊക്കെ പോകുന്നവരൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മോനേ ഉള്ളൂ. അപ്പോൾ ഈ ഇടയ്ക്ക് വന്നൊരു മോൻ പൊട്ടിക്കരയുവാണ്, എനിക്ക് ജോലിക്ക് പോകണം, എൻ്റെ വീട്ടിലെ ഞങ്ങൾ വാടകയ്ക്കാണ്, പക്ഷേ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വേറെ ആരും എൻ്റെ അമ്മയെ നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് അവർക്ക് ഒരു ഇത് കൊടുക്കണം. കാരണം ആ മോൻ ജോലിക്ക് പോകണം. അപ്പോൾ ഈ അമ്മയ്ക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. ആ മോൻ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയുക. അപ്പോൾ അങ്ങനെയുള്ളവരെ എങ്ങനെയെങ്കിലും നമ്മൾ എടുക്കാൻ നോക്കും. പിന്നെ ഞാൻ പറയുന്ന കഴിയുന്നതും അവരവരുടെ അമ്മമാരെ അവരവർ നോക്കുക. പിന്നെ ആരും ഇല്ലാത്തവര് നോക്കാൻ ആരും ഇല്ലാത്ത കുറെ പേരുണ്ട് ഇതുകൊണ്ട്. കാരണം തീരെ പ്രയാസമേറിയവര്, പോലീസുകാർ വഴിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നവര്, അങ്ങനെയൊക്കെ ഉള്ളവര് നമ്മൾ നോക്കുക. പിന്നെ ഇങ്ങനെയുള്ള അവരെ സഹായിക്കാനായിട്ട് ലോകത്ത് നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഈ മേഴ്സി ഹോം എന്ന് പറയുന്നത് അറിയപ്പെടാതിരിക്കുന്ന കൂടുതലും. കാരണം ഇത് കുറേ ഉള്ളിലാണ്, സാർ വന്ന് മനസ്സിലായല്ലോ, ഇത് കുറേ ഉള്ളിലോട്ടാണ്. പിന്നെ കഴിയുന്നവര് കണ്ട് സഹായിക്കുക. അതെ, അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, അത് സഹായിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സിസ്റ്ററിനെയൊക്കെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും നിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം സിസ്റ്ററിനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററിൻ്റെ ആഗ്രഹം പോലെ 2 ഏക്കർ സ്ഥലവും അതിനകത്ത് ബിൽഡിങ്ങും സിസ്റ്റർ ആഗ്രഹിക്കുന്ന പോലെ ഉള്ള ആളുകളൊക്കെ കടന്നു വന്ന് സിസ്റ്റർ ഒന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ദൈവം പ്രതിഫലം തരട്ടെ എന്നാണ് എനിക്ക് സിസ്റ്ററിനോട് പറയാനുള്ളത്. സിസ്റ്ററിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളെല്ലാം ഒരു പ്രാർത്ഥനാ വിഷയം എൻ്റെ അതാണ്. പക്ഷെ നമുക്ക് ഓരോന്ന് പ്രാർത്ഥിക്കുമ്പോഴും കിട്ടുന്നുണ്ട്. കാരണം ജനറേറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ കറണ്ട് ഇവിടെ പോകുമ്പോൾ ഭയങ്കര ഇരുട്ടാ. ഞാനിപ്പോൾ അന്ന് എനിക്ക് 10 രൂപ ഓട്ടോ കൂലി കൊടുക്കാനില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ നിന്ന് ഇപ്പം പറഞ്ഞില്ലേ വന്ന ഓട്ടോ, ഞാൻ അവിടെ നിന്ന് നടന്നാ വന്നുകൊണ്ടിരിക്കുന്നത് അന്ന്. പക്ഷെ പിന്നെയാണ് ഈ റോട്ടറി ക്ലബ്ബുകാർ വന്ന് നമുക്കൊരു ഒമിനി വാൻ തരുന്നത്. പിന്നെ നമ്മളിങ്ങനെ വണ്ടി, അപ്പോൾ ഞാൻ അവർക്ക് ദൈവമേ അതായിട്ട് ഇങ്ങോട്ട് വന്ന് നമുക്ക് കിട്ടിയതാ. എന്നിട്ട് ഞാൻ അവർക്ക് നമ്മുടെ കഷ്ടപ്പാടിന് ദൈവം വന്നപ്പോൾ, അപ്പോൾ ഞാൻ പശുക്കൂട്ടിൽ നിന്നാണ് കയറി വന്നേ അവരിങ്ങോട്ട് വന്നപ്പോൾ. ഞാൻ പറഞ്ഞ എൻ്റെ ദേഹമെല്ലാം അഴുക്കാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പം വന്നപ്പോഴും ഞാൻ കിച്ചണിലായിരുന്നു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഡ്രസ്സെല്ലാം അഴുക്കാണെന്ന്. ഞാൻ എപ്പോഴും ജോലിയിലായിരിക്കും. കാരണം ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് ചെയ്യാം, അവരെ കഴുകി കൊടുക്കും. ഇപ്പം നേഴ്സുമാരൊക്കെ 1-2 പേര് നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട്. അന്നേരം ഇപ്പം നമുക്ക് അന്നേരം ജനറേറ്റ് ഇപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് എന്തുവാ മോളെ ആവശ്യം, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമാണ് ആവശ്യമുണ്ട്. അപ്പം അത് നമുക്ക് കിട്ടി. അങ്ങനെ ഇപ്പം എൻ്റെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇതാണ്. മാറി എവിടെയെങ്കിലും ഉള്ള വെച്ചെടുത്ത് ഇങ്ങനെ 2 ഏക്കർ ഭൂമി വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവം നടത്തി തരട്ടെ എന്ന് ദിവസം ഞങ്ങളും പ്രാർത്ഥിക്കും. ഞങ്ങളുടെ അമ്മച്ചിമാരെല്ലാം നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്നവരാ. അപ്പം അങ്ങനെ എന്നെ കേൾക്കുന്ന സുമനസ്സുകൾ, നന്മയുള്ള മനസ്സുകൾ, പിന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ആഗ്രഹിക്കുന്നു. ദൈവ ഇഷ്ടം നടക്കട്ടെ. താങ്ക് യു.